ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നത്തിങ് ഇയറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ ഇത് പർച്ചേസ് ചെയ്ത് വിത്തിൻ അവേഴ്സിനുള്ളിൽ ഞാനൊരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ഒരു സംഭവം ചെയ്തായിരുന്നു. അതായത് ഇതിൻ്റെ സൂപ്പർ മൈക്ക് ഫീച്ചർ, നമുക്ക് ഇത് മൈക്കായിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചർ. അപ്പോൾ കമൻ്റായിട്ട് ഒരാൾ ചോദിച്ചു ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റിവ്യൂ ചെയ്യാവുന്നതുകൊണ്ട് നമ്മളിത് ഡീറ്റെയിൽ റിവ്യൂ അപ്പം തന്നെ ചെയ്യുവാണ്. ഡിസൈൻ തൊട്ട് നമുക്ക് തുടങ്ങാം. ഈ സ്ലിക്ക് ഡിസൈൻ, ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെയെങ്കിലും ഒരു ടേബിൾ, ഇപ്പോൾ നമ്മളൊരു കോഫി ഷോപ്പ് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് നമ്മളത് ഇങ്ങനെ ടേബിളിൽ വെക്കുമ്പം അതിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പൊളിയാണ്. കാണുമ്പോഴത്തേക്കേ അത് നമുക്ക് കൈ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈനിലാകെ എനിക്കൊരു പോരായ്മ തോന്നുന്നത് ഈ ഇയർഫോൺ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കുമ്പോൾ മാത്രമുള്ള ഒരു പാടാണ്. പലപ്പോഴും അതൊന്ന് യൂസ്ഡായി വരണം. മറ്റേ ബാക്കിയുള്ള ഇയർഫോൺസിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി അതിൻ്റെ അകത്തോട്ട്. ഇത് ഇച്ചിരി പ്ലേ അറൗണ്ട് ചെയ്താലേ ഉള്ളൂ ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. പക്ഷെ അതല്ലാതെ ഈ ഒരു കേസിന് ഒരു പക്കാ ലുക്കാണത്. പിന്നെ ഈ ഗ്ലാസ്സിൽ എനിക്കൊന്ന് ഇപ്പം തന്നെ പാട് വീണെന്ന് തോന്നുന്നു. അതായത് പോക്കറ്റിലൊക്കെ കീയുടെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഈ ഗ്ലാസ് പാടാകും. അപ്പോൾ അതൊരു പിന്നെ പാടായി കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് പോകുമായിരിക്കും. അതല്ലാതെ സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഫോൺ കോളിൻ്റെ വോയിസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ഇതിൽ കൊടുക്കാം. ഞാനും എൻ്റെ വൈഫും സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് വോയിസ് എന്ന് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഒരു കുറവും തോന്നിയില്ല. സോ ഞാനത് ഇവിടെ കൊടുത്തേക്കാം. ഇപ്പോൾ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു പോവാം. ഇയർഫോൺ നമ്മുടെ ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ ഫോൺ കട്ടായി പോകും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നോ പ്രോബ്ലം, വെരി ക്ലിയർ. പിന്നെ ഇന്നലെ എന്നാ പറ്റിയോ ഒരു ഹെഡ്ഫോൺ ഒരാൾക്ക് വെക്കാൻ നേരത്ത്? അതെനിക്കറിയത്തില്ല, അതെനിക്കൊന്ന് ആലോചിച്ച് എന്തോ അവന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും, ആർക്കറിയാം. ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. ഒരു കുഴപ്പമില്ല, ഓക്കെ എല്ലാം ഡണ്ണാ. ഓക്കെ. വോയിസ് കോള് പക്കയാണ്, ഒരു കുഴപ്പമില്ല. ഒരു ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും, അതായത് ഞാൻ ലെഫ്റ്റ് ഇയർഫോണും അമ്മൂന് റൈറ്റും കൊടുത്തിട്ടും അവർക്ക് റൈറ്റ് കേൾക്കായിരുന്നു, ലെഫ്റ്റ് കേൾക്കാൻ പറ്റത്തില്ലെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അത് പക്ഷെ പിന്നീട് ഞാൻ ഫോൺ കോളിൽ വെച്ച് നോക്കിയിട്ട് അതിനൊരു പ്രോബ്ലം തോന്നിയില്ല. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഗൈസ്, ഇതാണ് നത്തിങ് ഇയറിൻ്റെ ആപ്പ്. അതായത് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് നോയിസ് ക്യാൻസലേഷൻ, നമുക്ക് ലോ, മിഡ്, ഹൈ റേഞ്ച് ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്. ഹൈ ആൻഡ് അഡാപ്റ്റീവ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ട്രാൻസ്പെയറൻസി മോഡ് വിത്ത് ഫിക്സഡ് സ്പേഷ്യൽ ഓഡിയോ പൊളിയാണ്. നോയിസ് ക്യാൻസലേഷനും വിത്ത് സ്പേഷ്യൽ ഓഡിയോ സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് എയർപോഡ്സിൽ ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ സൗണ്ടാണ്. ഇത് ഞാൻ തന്നെ ഇവർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇയറിൻ്റെ ഒരു ഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് റൈറ്റ് ഇയർ ലെഫ്റ്റ് ഇയറിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് എൻ്റെ വോയിസസ് ഞാൻ കേൾക്കുന്നത്. അതായത് ടോൺസ്, ഇവരൊരു ചെറിയ ബീപ്പ് തരും, എന്നിട്ട് അത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, അതോ സൈലൻ്റ് ആണോ. അപ്പം അവർക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇയർ എങ്ങനെയാണ് സൗണ്ട് നമുക്ക് കേൾക്കുന്നതല്ലേ നമ്മളത് എടുക്കുന്നത് എങ്ങനെയാണ്, അതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇയർ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവരത് കസ്റ്റം ചെയ്തിട്ട് എനിക്കൊരു ഒരു സൗണ്ട് പ്രൊഫൈൽ എനിക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കത് ആ ടെസ്റ്റ് റീടേക്ക് ചെയ്യുക, അത് ഇവിടെ എടുത്താൽ മതി. അപ്പോൾ അതെനിക്ക് എയർപോഡ്സിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറായിട്ട് തോന്നി. നല്ലൊരു സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. സാധാരണ എല്ലാ ഇയർഫോണും അവരുടെ ഒരു ഒരു പ്രൊഫൈൽസ് വന്നിട്ടല്ലേ, അത് ബേസിക് പ്രൊഫൈൽസ് ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ബാലൻസ്ഡ്, മോർ ബാസ്, മോർ ട്രബിൾ വോയിസ്, അങ്ങനത്തെ പല ഫീച്ചേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ വേറെ ഉണ്ട്, അതല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് വേറെ ഇയർ 3യുടെ പോപ്പ് മ്യൂസിക്, പാഷനറ്റ് റോക്ക്, അങ്ങനത്തെ പലതും ഉണ്ട്. ഞാൻ പേഴ്സണൽ സൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ലോ ലാഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ്ങിന് എന്തോ ഉള്ള സംഭവമാണ്, എനിക്കറിയത്തില്ല. കൺട്രോൾസ് ഡിഫോൾട്ട്, അത് ഇതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന സംഭവങ്ങൾ. വലിയതായിട്ടൊന്നും ഡ്യുവൽ കണക്ഷൻ, ഞാനപ്പോൾ എൻ്റെ ഐപാഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു വിഷയമില്ല. അതായത് ബേസിക്കലി നമ്മൾ എയർപോഡ്സ് ടു ഐഫോൺ മാറുന്ന പോലെ ഒരു പെട്ടെന്നുള്ള ഷിഫ്റ്റ് ഇല്ല.
പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഇതിൽ ഒരു നമ്മുടെ ഫോണിൽ ഒരു വീഡിയോ കണ്ടിട്ട് പോസ് ചെയ്തിട്ട് എയർപോഡ്സ് മറ്റേ ഐപാഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതൊന്ന് പോസ് ചെയ്യണമെന്നേ ഉള്ളൂ, വീഡിയോ അല്ലെ ഓഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് എടുത്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഡിവൈസ് സെറ്റിങ്സിൽ ഓട്ടോ ട്രാൻസ്പെറൻസി മോഡ്, ഫോൺ കോളിൽ അത് വരുന്നുണ്ട്, ഇൻ ഇയർ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇയർ ഫിറ്റ് ടെസ്റ്റ് ഉണ്ടല്ലേ, ഇതൊന്ന് ഇനിയിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഫൈൻഡ് മൈ ഇയർബഡ്സ്, ഇതാണ് ഞാനിത് വാങ്ങിക്കാൻ മെയിൻ കാരണം കേട്ടോ. അതായത് സോണിയുടെ എൻ്റെ WX500 അങ്ങനത്തെ ഒരു മോഡലായിരുന്നു എൻ്റെ കയ്യിൽ. നേരത്തെ വീഡിയോ ഞാൻ കാണിച്ച ആ ഇയർബഡ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഫൈൻഡ് മൈ ഇയർബഡ് ഇല്ലാത്തതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും കാണാതെ പോയിട്ടുണ്ട്. പിന്നെ തപ്പിയെടുക്കാൻ എന്നാ പാടായിരുന്നു എന്നറിയാം. അപ്പം ഈ ഒരു സംഭവം നമുക്ക് അത്യാവശ്യമാണ്, ഇയർബഡ്സ് കണ്ടുപിടിക്കുന്നത്, റിങ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിൽ മാറ്റിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഓഡിയോ AC ആയിട്ടാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഞാനത് LDAC ആക്കിയിട്ടുണ്ട്. ഡേറ്റ അല്പം കൂടുതലെടുത്താലും അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഈ ആപ്പ് സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എല്ലാ ആപ്പും പോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സോ അതാണ് ഈ ബേസിക്കലി ഇയർഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഈ പേഴ്സണൽ സൗണ്ട് അടിപൊളിയാണ്. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ നമ്മുടെ ചെവിയിൽ ഇത് ഇരിക്കുന്നതിൻ്റെ ഒരു കംഫർട്ടാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് സാധാരണ ബെഡ് നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ സൈഡിലേക്കാണ് മിക്കവരും ചെരിഞ്ഞ് കിടക്കുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മ്യൂസിക് കേട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ ആർക്കും അങ്ങനെ അധികം നേരം പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞ് കിടക്കും. അപ്പം ഈ വലിയ ഇയർഫോൺസ് അല്ലെ ഇന്നിയർ ഇയർഫോൺസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ബൾജ് കാരണം നമുക്ക് ആ തലവണയിൽ ശരിക്കും ഒന്ന് പ്രോപ്പറായിട്ട് ബെഡിലേക്ക് നമ്മുടെ ഹെഡ് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇയർഫോണിന് ഇത് ഒട്ടും നമ്മൾ ആ തലവണയായിട്ട് ബ്ലെൻഡായിട്ട് നമുക്കിത് അറിയത്തില്ല ചെവിയിലുണ്ടെന്ന്, നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നത്തില്ല. സോ അതൊരു മേജർ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോണിയുടെ ഇയർഫോൺസ് ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പോലും ആ ഒരു ബൾജി ഇത് ഉണ്ടായതുകൊണ്ട് എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് ഇതിന് ആ ഒരു വിഷയമില്ല. സോ ഐ ഫീൽ ലൈക്ക് ആ ഒരു കാര്യത്തിൽ ഇതിന് 10 out of 10 കൊടുക്കാം. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതും ഇതിൽ ഞാൻ മീഡിയം ഇയർബഡ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ലാർജ് ഉപയോഗിച്ച് ടൈറ്റായിട്ട് നമ്മൾ ഇയർ ഹോൾസ് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ബൂസ്റ്റ് ചെയ്യാം ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. പക്ഷേ അതല്ലാതെ ഒരു നോയിസ് ക്യാൻസലേഷൻ അല്ലാതെ ഇതൊക്കെ ഒരു എന്നാ പറയുന്നത്, ഒരു ബേസിക് ബിലോ ആവറേജ് ഇയർഫോണാണ്. ഇപ്പം സാംസങ് ഉപയോഗിക്കുന്നവർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഇയർഫോൺസ് ആയിരിക്കും ബ്ലെൻഡ് ചെയ്ത് അത് സൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിപ്പം ഐഫോൺ ടു എയർപോഡ്സ് അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു എന്നാ പറയുന്നത് നമ്മൾ ചിന്തിക്കാതെ പോയി വാങ്ങിക്കാൻ പറ്റുന്നത്. എനിക്കൊരു സംതിങ് ഡിഫറെൻറ്റ് വേണമായിരുന്നു. പിന്നെ ഇതിൻ്റെ പേഴ്സണൽ സൗണ്ട് ഫീച്ചറില്ലേ, അതെനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സിയിലും തരുന്നില്ല, എയർപോഡ്സിലും തരുന്നില്ല. നമുക്കൊരു പേഴ്സണൽ സൗണ്ട്, നമ്മുടെ ചെവി സൗണ്ട് എങ്ങനെ എടുക്കുന്നതെന്ന് ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പേഴ്സണൽ പ്രൊഫൈൽ സൗണ്ട് ഉണ്ടാക്കി തരുന്നത് എനിക്കിഷ്ടപ്പെട്ടു. സോ ഓവർലി എക്സ്പെൻസീവ് അല്ല, എന്നാൽ ഒട്ടും ലോയും അല്ലാത്ത ഒരു ഇയർഫോൺസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും ഫൈൻഡ് മൈ ഇയർഫോൺ. അതായത് ഇപ്പോൾ JBL ഉണ്ട് ഫൈൻഡ് മൈ ഇയർഫോൺ. പക്ഷേ JBL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 year അല്ലെ 2 year ആ സാധനം പോവും. JBLൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ്, പക്ഷേ യൂസേഴ്സിന് അറിയാം JBL പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു ഇയർഫോണാണ്. എനിക്ക് തോന്നുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ റിവ്യൂസിലോ അല്ലെങ്കിൽ ഫോറംസിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നത്തിങ് ഇയർ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നൊന്നും. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്സിൻ്റെ റിവ്യൂസിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഗൂഗിളിൽ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. സോ നത്തിങ് ഇയർ സോ ഫാർ ഒരു നല്ല റിവ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇയർഫോണാണ്, അപ്കമിങ് ഇയർഫോൺസിലൊന്നാണ്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. കോൾസ് അടിപൊളി, മ്യൂസിക് അടിപൊളി, പേഴ്സണൽ സൗണ്ട്, പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ്, പിന്നെ പോഡ്കാസ്റ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പറാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഹൈ
ഫുൾ വോളിയത്തിൽ ആരും ഇത് പ്ലേ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരു മീഡിയത്തിലാണ് നമ്മളെല്ലാം വോളിയം സെറ്റ് ചെയ്ത് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. വോളിയം ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ പക്ക ഓഡിയോ. അത് എസ്പെഷ്യലി എൽഡാക്കിൻ്റെ ഇത് ഫീച്ചർ നമ്മൾ ഓണാക്കി ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എയർപോഡ്സും ഇതും തമ്മിലൊക്കെ ഒരു വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉണ്ടായിരിക്കും, പക്ഷേ ഒരു ആവറേജ് യൂസേഴ്സിന് ഇതൊന്നും മനസ്സിലാവില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിവേ ദാറ്റ്സ് മൈ റിവ്യൂ. ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായിട്ട് ചോദിക്കുക, ഞാനത് റിപ്ലൈ ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.